നമസ്കാരം. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിലെ സംഘപരിവാർ ഗുണ്ടായുസത്തിന് ശേഷം ഇപ്പോൾ ഒരു മോങ്ങൽ അരങ്ങേറുന്നുണ്ട്. അയ്യോ, ഞങ്ങളെ പോലീസ് തല്ലിച്ചതച്ച്, പോലീസ് ഇതാ അടിയന്തരാവസ്ഥ കാലം പോലെ ഈ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഞങ്ങളുടെ ഗുണ്ടകളെ തല്ലിച്ചതച്ചേ എന്നാണ് മോങ്ങൽ. ചിലരെ പോലീസ് ഒന്ന് ചാർത്തിയിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട്. ദേ ഒരു ദൃശ്യം നോക്കും. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള ദീപു ആണ്. അദ്ദേഹത്തിന്റെ തല അടിച്ച് പൊളന്നിരിക്കുന്നതിന്റെ ദൃശ്യമാണ്. ആ ദൃശ്യം ഓപ്പണാക്കി കാണിക്കാൻ പറ്റാത്തത് ഈ ബ്ലഡിന്റെ അംശമോ അല്ലെങ്കിൽ വലിയ മുറിവുകൾ കാണിക്കാൻ പാടില്ല എന്ന ഫേസ്ബുക്കിന്റെ നിയമത്തെ മുൻനിർത്തിയാണ്. അതിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിനെതിരായതുകൊണ്ട് ആ ദൃശ്യം തുറന്നു കാട്ടുന്നില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ പറഞ്ഞാൽ അയച്ചു തരാം. ആ ദൃശ്യം കണ്ടതിന് ശേഷം പോലീസ് തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. എന്തിന്റെ ഭാഗമായി? രണ്ട് വീട്ടുകാർ തമ്മിലുള്ള അതിർത്തി പ്രശ്നം, അതിൽ പരാതി കൊടുത്തു. അവർ തമ്മിലുള്ള പ്രശ്നം പോലീസ് സ്റ്റേഷന്റെ നടയിലേക്ക് അതിക്രമമായി വലിച്ചിഴച്ചു കൊണ്ടുവന്നത് ആരാണ്? BJP-ക്കാർ തന്നെയാണോ? എന്നിട്ട് പോലീസ് തീർക്കേണ്ട പ്രശ്നത്തെ രാജകൊട്ടാരം പോലെയാണല്ലോ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും അധികാരം കിട്ടിയാൽ അത് പ്രത്യേക നാട്ടുരാജ്യമായി മാറുകയാണ്. ആ നാട്ടുരാജ്യത്തിനകത്ത് സംഘി രാജാക്കന്മാർ തീരുമാനമെടുക്കും, അത് നടപ്പാക്കും. അവർക്ക് പോലീസ് സ്റ്റേഷനൊന്നുമില്ല. അവർക്ക് ഫേവറബിളായി നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കും. ബാക്കിയുള്ള പ്രജയോട് കടക്കട പുറത്ത്, ഇവിടെ നിയമമൊന്നുമില്ല, അവരുടെ വിഷയത്തിൽ ഇടപെടാനും പാടില്ല. ഇതാണ് ഇവരുടെ ഒരു മനോഭാവം. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ഇപ്പോഴും ജനാധിപത്യ രാജ്യമാണ്. അങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർപ്പാക്കേണ്ട ഉത്തരവാദിത്വം പോലീസ് സ്റ്റേഷനുകളിൽ നിക്ഷിപ്തമാണ്. അതവർ ഗംഭീരമായി നിർവഹിച്ചിട്ടുമുണ്ട്. നിർവഹിച്ചത് ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ടാണ് രാത്രിയിൽ അവിടെ അതിക്രമം അരങ്ങേറിയത്. ആ അതിക്രമം എങ്ങനെ? പോലീസുകാരെ അകാരണമായി ആക്രമിച്ച് അവരുടെ തല ഉൾപ്പെടെ അടിച്ചു പൊട്ടിച്ചതിന് ശേഷമാണ് ഈ ക്രിമിനലുകളെ നേരെ കൊണ്ടുവന്നിട്ട് ഇടപ്പഴിഞ്ഞിയിലെ ക്ഷേത്രത്തിനകത്ത് ഇവർ സങ്കേതമൊരുക്കിയത് അല്ലെങ്കിൽ താവളമുണ്ടാക്കിയത്. ആ ഗുണ്ടകളെ പോലീസിന് അതിക്രമിച്ച് കയറി പിടിക്കേണ്ടി വന്നു. ഒരു സംശയവുമില്ല. കാര്യം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി അതിനോടൊപ്പം തന്നെ തെരുവുകളിൽ നിയമം കയ്യിലെടുത്തുള്ള അക്രമങ്ങൾ കാണിച്ച ഗുണ്ടകൾക്ക് നേരെ തന്നെയാണ് പോലീസ് ഇടപെട്ടത്. ആ ഇടപെട്ടതിനെയാണ് നമ്മുടെ പഴയ DGP അമ്മച്ചി അറിഞ്ഞൂടെ? ഏത് DGP അമ്മച്ചി? ഇപ്പോഴും പോലീസിന്റെ തന്നെ പണം വാങ്ങി ഞണ്ണിക്കൊണ്ടിരിക്കുന്ന DGP അമ്മച്ചി. അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിക്കുക. ഇന്നലകളിൽ അവരുടെ കൂടി സഹപ്രവർത്തകരായിരുന്നവരാണ്. ആ സഹപ്രവർത്തകർക്ക് നേരെ അകാരണമായ അതിക്രമം അഴിച്ചുവിട്ട ഗുണ്ടകളെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നും അവരുടെ സേനയുടെ ഭാഗമായിട്ടുള്ള പണം വാങ്ങി പട്ടിണി മാറ്റുന്ന അതേ ശ്രീലേഖ പറഞ്ഞ വാചകങ്ങൾ കൂടി നിങ്ങളൊന്ന് കേട്ടെ. ഇന്നലെ രാത്രി വട്ടിയൂർക്കാവ് CI SHO കുറച്ച് പോലീസുകാരുമായിട്ട് ചേർന്ന് ചില കോൺഗ്രസ് CPM പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം BJP പ്രവർത്തകരെ തല്ലിച്ചതച്ച് വളരെ മോശമായിട്ട് പെരുമാറി 4-5 പേര് തലയ്ക്കും കയ്യിലുമൊക്കെ ഒടിവും ചതവും പരിക്കുകേറ്റ ആശുപത്രിയിലാണ്. ഞാൻ ഇന്ന് അവരെ സന്ദർശിക്കാൻ പോയിരുന്നു. ഈ ഇലക്ഷൻ സമയത്ത് തുടങ്ങിയതാണ് ഈ പീഡന പരമ്പര എന്ന് പറയുന്നത്. തേടിപ്പിടിച്ച് BJP-ക്കാരെ ആക്രമിക്കുന്ന ഈ CIയുടെ നടപടി തികച്ചും അപലപനീയമാണ്. കേട്ടല്ലോ. പോലീസ് മാനുവൽ പ്രകാരം പറയുന്നത് പോലീസ് സേനയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പെൻഷനോ മറ്റോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണെങ്കിൽ സേനയെക്കുറിച്ച് മോശം പറയരുതെന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ സംഘിണിയായോ അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധമുണ്ടായോ ഇനി ഏത് വ്യക്തി ആയിക്കോട്ടെ നിലവാരം എവിടെ പോയി ഇടിഞ്ഞു നിൽക്കുമെന്നതിന്റെ തെളിവാണ് ഇനി സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും എന്നൊക്കെ പറയുന്നത്. പോയി പണി നോക്കാൻ പറയണം. ഇതുപോലുള്ള കെടുതികളെയൊക്കെ സേനയിൽ ഇരുത്തിയതാണ് ആ സേനയെ തന്നെ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ കളങ്കപ്പെടുത്തിയിട്ടുള്ളത്. അവരാണിപ്പോൾ നിയമം നടപ്പാക്കാൻ പോയവരെ വിമർശിക്കാൻ ഇറങ്ങുന്നത്. അവർ നടത്തിയ പ്രവർത്തനങ്ങളെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ പോലീസുകാരുടെ തലയൊക്കെ തല്ലി പൊട്ടിച്ചതിന് ശേഷവും അവർക്കെതിരെ ആക്രമണം നടത്തിയതിനു ശേഷം കേസാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്ത് കാട്ടിയത്? ആ ആശുപത്രിക്കുള്ളിലെ പട്ടി ഷോ അരങ്ങേറിയല്ലോ. ആശുപത്രിക്കകത്ത് കേന്ദ്രീകരിച്ച് കാഷ്വാലിറ്റിക്കകത്തെല്ലാം ഡോക്ടർമാരെ പോലെ അതിക്രമിച്ച് കയറി വീഡിയോ എടുത്ത് പുറത്തേക്ക് പ്രചരിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ കേസിൽ പെടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് അവിടെ അതിക്രമിച്ച് കയറിയപ്പോൾ അവരോട് നിയമം നടപ്പാക്കാതെ ഗുണ്ടായുസം കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അവരും തിരിച്ച് പ്രതികരിച്ചു. ആ മുറിവൊക്കെ എടുത്ത് കാട്ടിയതിനു ശേഷം ഇതെല്ലാം അതിക്രമമാണെന്നും പോലീസ് നരനായാട്ട് നടത്തിയെന്നും പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. പോലീസുകാരെ അനാവശ്യമായിട്ട് ഒരു അതിർത്തി പ്രശ്നവുമായി ബന്ധപ്പെട്ട
വിഷയത്തിൽ വട്ടിയൂർക്കാവിൽ തെരുവിലിറങ്ങി പോലീസ് സ്റ്റേഷന് നേരെ അക്രമം നടത്തിയവർ, പോലീസിന് നേരെ അക്രമം നടത്തിയവർ, അവർ ചെയ്ത പ്രവൃത്തിക്ക് നിയമപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സംഘികൾ ഇറക്കിയ നാടകങ്ങളാണ് അതിനുശേഷമുള്ള പല സംഭവവികാസങ്ങളും പല ദൃശ്യങ്ങളുമെന്ന് നിസ്സംശയം പറയാൻ കഴിയുകയാണ്. പോലീസുകാരും മനുഷ്യരാണ്. അവരുടെ ജോലി ഈ നാട്ടിൽ നിയമം നടപ്പാക്കുക എന്നാണ്. നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥരായവർ, നിയമം കയ്യിലെടുത്തവർക്ക് നേരെ ശക്തമായി നിലകൊള്ളുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് നേരെ അതിക്രമം കാട്ടിയവർ അവർ ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ്. അതിനെ ഇനിയിപ്പോൾ ഹിന്ദു എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാലയത്തിന്റെ പേരിലൊക്കെ വികാരമുണർത്തി പോലീസിനെതിരെ വികാരം സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ കയ്യിൽ വെച്ചിരുന്നാൽ മതി. പോലീസ് SHO ആയിക്കോട്ടെ, SI ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അവർ ഒരു പ്രദേശത്ത് നിയമവിരുദ്ധ പ്രവർത്തനമോ ആക്രമണമോ അരങ്ങേറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമോ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരെ ഇപ്പോൾ ബലിയാടാക്കി ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നാടകങ്ങളാണ് ഇതിന്റെ ഭാഗമായി സംഘപരിവാർ വിദഗ്ധമായി കളിക്കുന്നതെന്നും അവരുടെ സ്വാധീനമുള്ള ചാനലുകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വ്യാജത്തരം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസുകാരെ കയ്യേറ്റം ചെയ്തു, അവർ തിരിച്ചു പ്രതികരിച്ചു. പോലീസുകാരുടെ പണി ഈ വിഷയത്തിൽ ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുള്ള ഏക തെറ്റായിട്ട് സംഘപരിവാർ കാണുന്നത്. അതിന്റെ പേരിൽ അവരെ വേട്ടയാടിക്കളയാമെന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെയോ കൃത്യമായി നിയമം നടപ്പാക്കുന്നവരെയൊക്കെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് കരുതിയാൽ നടക്കണ കേസല്ലെന്ന് മാത്രമേ സംഘികളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങൾ ഗുണ്ടായിസം കാണിച്ചിട്ടുണ്ടോ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തന്നെ.